കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം വികസന സെമിനാർ ശനിയാഴ്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും. കൃത്യമായ ദീർഘവീക്ഷണവും വ്യക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമായി കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനത്തിന് വിധേയമാക്കി ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയാണ് സെമിനാർ ലക്ഷ്യമിടുന്നത്. 1600 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കണ്ണൂർ മണ്ഡലത്തിൽ 10 വർഷത്തിനിടെ നടത്തിയത്. പശ്ചാത്തല മേഖലയിൽ മാത്രം 1210 കോടി രൂപ ചിലവഴിച്ചു കഴിഞ്ഞുവെന്ന് മണ്ഡലം MLA ആയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ തന്നെ ഒരു മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും മെക്കാടം ചെയ്യുന്ന ആദ്യ നിയോജക മണ്ഡലമാണ് കണ്ണൂർ എന്ന ഒരു സവിശേഷത കൂടി ഉണ്ട് എന്നാണ് തോന്നുന്നത്. 35 റോഡുകൾ തിരഞ്ഞെടുത്ത് പ്രവൃത്തി ആരംഭിച്ചു. എല്ലാ റോഡും എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രാധാന്യം കണക്കിലെടുത്തു. 10 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. 5 പാലങ്ങൾ നിർമ്മിച്ച് 2 പാലങ്ങൾ നിർമ്മാണം പുരോഗമിക്കുന്നു. 7 പാലങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭരണാനുമതി ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സാങ്കേതിക ഭൗതിക അനുവാദങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമം കൂടി വേണം. അതെല്ലാം ചെയ്തിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ജില്ലാ ആസ്ഥാനം എന്ന പരിഗണന നൽകി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ തയ്യാറാക്കിയതാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി. കണ്ണൂർ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് ഈ പദ്ധതി. 748 കോടി രൂപയുടെ പദ്ധതിയാണ്. 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിലനിർത്തപ്പെടും. ഈ പദ്ധതിയുടെ ഭാഗമായി 3 റോഡുകൾ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മേലെ ചൊവ്വ മേൽപ്പാലം പ്രവൃത്തി, കാൽടെക്സ് മേൽപ്പാലത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാം. ഇതിന് ഈ 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന് സ്വാഭാവികമായും ചെറുതും വലുതുമായ ചില അസൗകര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ജില്ലാ ആശുപത്രി ഉൾപ്പെടെ 100 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടത്താൻ സാധിച്ചത്. വികസന സെമിനാർ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വികസന സമിതി കൺവീനർ N ചന്ദ്രൻ, U ബാബു ഗോപിനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.